അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ടോ വീണ്ടും വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തങ്ങൾ ഉസ്താദ് ജാതി മതം നോക്കാതെ എല്ലാ ജാതിയിലുള്ള പെൺകുട്ടികളെയും കല്യാണം കഴിച്ചു കൊടുക്കട്ട. അല്ലാതെ ഞാനൊരു മുസ്ലിമാണല്ലോ എന്ന് വിചാരിച്ച് വെറും മുസ്ലിം കുട്ടികളെ മാത്രം അങ്ങനെയൊന്നും അല്ല കേട്ടോ. അള്ളാഹു നമ്മുടെ തങ്ങൾ ഉസ്താദിൻ്റെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കട്ടെ. ഈ ഒരു കല്യാണം കഴിച്ചു പോണ ഈ ഒരു പെൺകുട്ടികൾ, ഇവരെ കെട്ടാൻ പോകുന്ന ആൺകുട്ടികൾ മനസ്സിലുള്ള സന്തോഷം എത്രയാണല്ലേ. പ്രത്യേകിച്ച് ഇപ്പോൾ പൊന്നിനൊക്കെ ഭയങ്കര വിലയാണ്. അതേപോലെ നമ്മളൊരു കുറച്ച് ആൾക്കാർക്ക് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും നല്ല ചിലവ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഈ ഒരു തങ്ങൾ ഉസ്താദിൻ്റെ ഒരു ഇതിലുണ്ടാകുമ്പോൾ നമുക്കല്ലേ നൂറെ ഹബീബ് മജ്ലിസിൽ വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനൊരു വിവാഹം നടക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ പഠിച്ചോനെ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. ഇതുപോലെ ഇനിയും പാവപ്പെട്ട ഒരുപാട് മക്കളുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഇതേപോലെ ഇനിയും സ്വർണം കൊടുത്തുങ്ങാണ്ടും ഭക്ഷണം കൊടുത്തുങ്ങാണ്ടും നല്ല യോജിച്ച ഇണകളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിട്ടിങ്ങാണ്ടൊക്കെ നല്ല ഇനിയും ഒരുപാട് വിവാഹങ്ങൾ നടത്താൻ തങ്ങളും ഉസ്താദിന് അള്ളാഹു ആരോഗ്യം ആഫിയത്തൊക്കെ കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാൻ കേട്ടോ. ഒരുപാട് ആൾക്കാർ വിവാഹത്തിന് എത്തിയിട്ടുണ്ട് കേട്ടോ, ആ ഒരു വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതേപോലെ അവർക്ക് ഭക്ഷണം കാര്യങ്ങൾ കൊടുക്കാനും എല്ലാത്തിനും അവിടെ ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മളറിയണ ഒരു കുട്ടിയുണ്ട് കേട്ടോ, എൻ്റെ ഒരു കൂട്ടുകാരത്തിൻ്റെ അനിയത്തി കുട്ടിയുണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ ഓരൊക്കെ പോയി എല്ലാം ഉഷാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സന്തോഷമാണല്ലേ അങ്ങനെ ആകുമ്പോൾ തന്നെ. പിന്നെ എന്താ പറയുക, ഒരുപാട് ആൾക്കാർ ഈ ഒരു ഇതിലും പിന്നെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ടോളൂ. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര സന്തോഷമായി. അപ്പോൾ നിങ്ങൾക്കും കൂടി ഈ ഒരു വീഡിയോ കാണിച്ചു തരാമെന്നൊരു ആഗ്രഹം. കല്യാണപ്പന്തലിൽ വന്നു ഞാൻ ഒരുപാട് പെൺകൊടികൾക്കിടയിൽ നീ. കല്യാണപ്പന്തലിൽ വന്നു ഞാൻ ഒരുപാട് പെൺകൊടികൾക്കിടയിൽ നീ. ഞാൻ കണ്ട സ്വപ്നത്തിലെ മുംതാസാണോ നീ. ഞാൻ കണ്ട സ്വപ്നത്തിലെ മുംതാസാണോ നീ. നീലഗിരിയിലെ നീലക്കുറിഞ്ഞിയോ, നീലഗിരിയിലെ നീലക്കുറിഞ്ഞിയോ. പെണ്ണെ പെണ്ണെ നീ മാലാകയോ, 14 രാവിലെ ചന്ദ്രികയാണോ. പെണ്ണെ പെണ്ണെ നീ മാലാകയോ, 14 രാവിലെ ചന്ദ്രികയാണോ. എൻ സ്വപ്നക്കൂട്ടിലെ മോഹക്കുരുവി, എൻ സ്വപ്നക്കൂട്ടിലെ മോഹക്കുരുവി. ആരു നീ ആരു നീ സ്വപ്നസുന്ദരി, ആരു നീ ആരു നീ സ്വപ്നസുന്ദരി. കല്യാണപ്പന്തലിൽ വന്നു ഞാൻ ഒരുപാട് പെൺകൊടികൾക്കിടയിൽ നീ. കല്യാണപ്പന്തലിൽ വന്നു ഞാൻ ഒരുപാട് പെൺകൊടികൾക്കിടയിൽ നീ. ഞാൻ കണ്ട സ്വപ്നത്തിലെ മുംതാസാണോ നീ. ഞാൻ കണ്ട സ്വപ്നത്തിലെ മുംതാസാണോ നീ. നീലഗിരിയിലെ നീലക്കുറിഞ്ഞിയോ, നീലഗിരിയിലെ നീലക്കുറിഞ്ഞിയോ. പെണ്ണെ പെണ്ണെ നീ മാലാകയോ, 14 രാവിലെ ചന്ദ്രികയാണോ. പെണ്ണെ പെണ്ണെ നീ മാലാകയോ, 14 രാവിലെ ചന്ദ്രികയാണോ. എൻ സ്വപ്നക്കൂട്ടിലെ മോഹക്കുരുവി, എൻ സ്വപ്നക്കൂട്ടിലെ മോഹക്കുരുവി. ആരു നീ ആരു നീ സ്വപ്നസുന്ദരി, ആരു നീ ആരു നീ സ്വപ്നസുന്ദരി.
ഇനിയും ഉണ്ട് കേട്ടോ ഒരുപാട് വീഡിയോകൾ. അപ്പോൾ ഇൻഷാ അള്ളാ ഇനിയും ഞാൻ ആ വീഡിയോ പറ്റുകയാണെങ്കിലൊക്കെ കുറേശ്ശെ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി ഇനിയും വരും. അപ്പോൾ അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.